അറിവുള്ള ഒരു തലമുറയാണ് ജനാധിപത്യത്തിൻ്റെ ആധാരശില. അതിലൂടെയാണ് ജനാധിപത്യം സാർത്ഥകമാകുന്നത്. നമ്മുടെ ജനാധിപത്യവും ഭരണഘടനയും വിഭാവനം ചെയ്യുന്ന രാഷ്ട്രം എന്തെന്ന് സാധാരണ ജനങ്ങൾക്കും മധ്യസ്ഥരില്ലാതെ മനസ്സിലാക്കാനുള്ള അവസരമാണ് കേരള നിയമസഭ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചർച്ചകളുടെ മലയാള പരിഭാഷ രാജ്യത്തിന് മാതൃകയാണ്. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ കേരള നിയമസഭ രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണ്. കേരളത്തിൻ്റെ ഈ സാംസ്കാരിക രാഷ്ട്രീയ ബോധത്തിൻ്റെ ഭാഗമായാണ് ഭരണഘടനാ സംരക്ഷണ പോരാട്ടങ്ങളിൽ കേരളത്തിൻ്റെ പൊതുബോധം ഇപ്പോഴും ഉണർന്നു നിൽക്കുന്നത്. ആ പൊതുബോധത്തോടൊപ്പമാണ് കേരളം നിയമസഭയും നിലകൊള്ളുന്നത്. ഭരണഘടനയുടെ വായന ഒരു കേവല വായനയല്ല എന്ന് നമുക്കറിയാം. ഭരണഘടനയുടെ ആഴവും പതിപ്പും അനുഭവവേദ്യമാകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചർച്ചകളിലൂടെയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉൾപ്പെടെ ഭരണഘടനാ വ്യാഖ്യാനങ്ങൾക്ക് ആധാരമാക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചർച്ചകളെയാണ്. നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് സാക്ഷരത എന്നാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് പതിറ്റാണ്ടുകൾക്കപ്പുറവും ഭരണഘടനാ സാക്ഷരത എന്നതാണോ നമ്മുടെ ലക്ഷ്യമെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സമകാലീന ഇന്ത്യ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഒരു കേവല സാക്ഷരതയ്ക്ക് വഴങ്ങുന്നതാണോ എന്നത് ഗൗരവമായ ഒരു ചോദ്യമാണ്. വ്യക്തികളുടെയും അധികാര സ്ഥാനങ്ങളുടെയും പ്രഷർ ജനാധിപത്യത്തിൽ പ്രബലമാകുന്നത് എത്രത്തോളം ആശ്വാസ്യമാണ് എന്നത് ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. കേവല ഭരണഘടനാ സാക്ഷരത അതിന് മതിയാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണഘടന എന്നാൽ ഭരണത്തിൻ്റെ ഘടന പറയുന്ന ഒരു രേഖ മാത്രമല്ല. എല്ലാ പ്രതിസന്ധികളിലും ഒരു രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാൻ ശക്തിയുള്ള ഒരു ഊർജ്ജമാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യയുടേതുപോലെ സങ്കീർണമായ സാമൂഹ്യ ഘടനയുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണഘടന പതിറ്റാണ്ടുകൾക്ക് ശേഷവും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് അതിശയിക്കാവുന്ന ഒരു കാര്യമല്ല. പക്ഷേ ജനാധിപത്യ സംവിധാനത്തിലൂടെ നിലവിൽ വരുന്ന സർക്കാരുകൾ തന്നെ ഭരണഘടനയെയും അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെയും ചോദ്യം ചെയ്യുന്നു, നിലപാടുകളിലേക്ക് മാറുന്നു എന്നത് അത്യന്തം അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഇക്കാര്യത്തിൽ രാഷ്ട്രനിർമ്മാതാക്കൾക്ക് മുന്നോട്ട് വെച്ച ആശയങ്ങൾക്കും നേരുകൾക്കും ഒപ്പം നിൽക്കുക എന്നത് ഒരു പൗരൻ്റെയും ഏതൊരു പൗരൻ്റെയും അനിവാര്യമായ ചുമതലയാണ്.